എന്തെല്ലാം സംഭവിക്കുമോ? എന്തെങ്കിലുമൊക്കെ സംഭവിക്കട്ടെ, മനുഷ്യർക്ക് ഇവിടെ ജീവിക്കണ്ടായിരുന്നു. അയ്യോ, ദേവമെല്ലാം മുറിഞ്ഞിരിക്കുന്നല്ലോ. അതൊന്നും സാരമില്ല. അവന്മാർക്കൊക്കെ ഞാൻ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. ചോദിക്കാനും പറയാനും ആളില്ലെന്ന് കരുതി എന്തും കാണിക്കാമെന്ന്. അണ്ണൻ പറയുന്നത് ശരിയാ. എന്തും വരട്ടെ, നമുക്കതെല്ലാം അനുഭവിക്കാം. ഞാൻ കാരണമാണ് നിങ്ങളെല്ലാം വിഷമങ്ങൾ അനുഭവിക്കുന്നത്. എനിക്കൊരു വിഷമവുമില്ല. ലോഡ്ജുകാർ പോലീസിന് ഫോൺ ചെയ്തിട്ടുണ്ട്. ചിലപ്പോ അവരെന്നെ തൂക്കിക്കൊണ്ടുപോകും. ലതികയുടെ കാര്യം നോക്കിക്കൊള്ളും. ഞാൻ ഉടനെ സ്ഥലം വിടും. ഞാൻ ഓടാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ ലാഡ്ജിലെ പിള്ളേരെ ഞാൻ ശരിക്ക് തല്ലി. ഇതാ വിലങ്ങ് വെക്കുകയോ കെട്ടുകയോ എന്ത് വേണമെങ്കിലും ചെയ്തു. നിങ്ങളെല്ലാം സൂക്ഷിച്ചോ. പഠിക്കാൻ വരുന്ന പിള്ളേരുടെ പണം അടിക്കാനാണോടി ഇവിടെ താമസിക്കുന്നത്? പണം അടിച്ചതിനല്ല മാന്യ വഴക്ക്, പണം അടിക്കാതിരിക്കുന്നതിനാ. മതി, നിർത്ത. ഒരു വിവരം പറയാനുണ്ട്. ഞാൻ ആരോരുമില്ലാത്ത ഒരു സ്ത്രീയാണ്. എങ്ങനെയെങ്കിലും ജീവിച്ചു കൊള്ളട്ടെ. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇന്നലത്തെ സംഭവത്തിൽ മാപ്പ് ചോദിക്കാനാണ് ഞാൻ വന്നത്. ഈ ലോഡ്ജിൽ താമസിക്കുന്നവരിൽ കൂടുതൽ ആൾക്കാരും ഇന്നലത്തെ സംഭവത്തിൽ ദുഃഖിക്കുന്നവരാണ്. ഞങ്ങൾ എല്ലാവരും സംസ്കാരമില്ലാത്തവരാണെന്ന് ധരിക്കരുത്. ഞാൻ സുന്ദരി അറിയും. എങ്ങനെ? ഞാൻ സുന്ദരിയുടെ നാട്ടുകാരനാണ്. വീട്ടിലെ വിവരങ്ങൾ വല്ലതും അറിയാറുണ്ടോ? ഇല്ല. സുന്ദരി വീട് വിട്ട് പോന്നതിൽ പിന്നെ പപ്പുഷ്വായി കട്ടിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. ഒരു മാസം കഴിഞ്ഞപ്പോൾ സുന്ദരിയുടെ അച്ഛൻ മരിച്ചു. അമ്മേ, അമ്മേ, അമ്മ ഉറങ്ങിയോ? ലതികയ്ക്ക് എന്താണ് ഇത്ര വലിയ സങ്കടം? അമ്മ കാണണ്ടെന്ന് വിചാരിച്ചാണ് ഇതുവരെ ചോദിക്കാതിരുന്നത്. പറയൂ ലതികേ. അണ്ണനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ സങ്കടം ഒന്നടങ്ങിയിരിക്കുകയായിരുന്നല്ലോ. ഇന്ന് ഞാൻ അരിയും വിറ്റ് വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു. അവിടെ എവിടെ മാറിയിരുന്ന് കരയുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. എന്തുണ്ടായി? എഴുന്നേറ്റിരിക്കുക. ഞാൻ കരയാൻ വേണ്ടി ജനിച്ചവളാണ് ചേച്ചി. ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഞാൻ എന്റെ അനുജത്തെ പോലെ സ്നേഹിക്കുന്നു. നിന്റെ ഏത് ദുഃഖത്തിലും ഞാൻ കൂട്ടുണ്ട്. നീ എന്തിനാ സങ്കടപ്പെടുന്നത്? എന്നോട് തുറന്നു പറയൂ. എന്റെ അച്ഛൻ മരിച്ചുപോയി.
എന്റെ എല്ലാമായിരുന്ന, എന്റെ ദൈവമായിരുന്ന എന്റെ അച്ഛൻ മരിച്ചുപോയി. എന്റെ അച്ഛനെങ്കിലും മനസ്സിന് സ്വൈരമായിരിക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ നാട് വിട്ടത്. എന്നെ വിചാരിച്ച് ദുഃഖിച്ച് ദുഃഖിച്ച് എന്റെ അച്ഛൻ മരിച്ചുപോയി. ആര് പറഞ്ഞു? എന്റെ നാട്ടിലുള്ള ഒരാള്. വീട്ടിൽ പോണോ? ഞാനിനി എന്തിനു പോണം? ആരെ കാണാൻ പോണം? നാട് വിട്ട് ഒളിച്ചോടിപ്പോന്ന് ഞാൻ ഇനി വീട്ടിലേക്ക് കയറി ചെന്നാൽ ആളുകൾ കൂടി വിളിക്കില്ലേ? സങ്കടപ്പെടാതിരിക്കൂ ലതിക. എന്റെ പേര് ലതിക എന്നല്ല, പപ്പു ശിവായുടെ മകളാണ് ഞാൻ. എന്റെ പേര് സുന്ദരി എന്നാണ്. എന്റെ അമ്മ നേരത്തെ മരിച്ചുപോയി. എനിക്കിനി ആരുമില്ല. നിനക്കൊരണ്ണനുണ്ട്, മാടനെന്ന പേരും മനസ്സ് നിറച്ച് നന്മയുമുള്ള മനുഷ്യൻ. നിനക്കൊരു ചേച്ചിയുണ്ട്, ഞാൻ. നമുക്കൊരമ്മയുണ്ട്. നീ യാതൊരു തരത്തിലും സങ്കടപ്പെടുന്ന ചേച്ചി. മോളെ സുന്ദരി, മോളെ അച്ഛാ, 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 എന്റെ അച്ഛാ. അമ്മേ, 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 ഒന്ന് ഓടി വരണേ അമ്മേ. സുന്ദരി, സുന്ദരി, എന്താ, എന്ത് പറ്റി? എന്റെ അച്ഛൻ, എന്റെ അച്ഛൻ എവിടെ? എന്റെ അച്ഛൻ. അയ്യോ, എന്റെ പൊന്നനിയത്തി, നീ സ്വപ്നം കണ്ടതാ. എഴുന്നേക്ക്, നമുക്ക് അകത്ത് പോയി കിടക്കാം. എഴുന്നേക്ക്.